നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ കാര്യം തന്നെ ഒരു സ്ത്രീ പറയുമ്പോൾ അവളെ അഹങ്കാരി എന്ന് വിളിക്കുന്നു, എന്നാൽ അതേ കാര്യം മറ്റൊരു സ്ത്രീ പറയുമ്പോൾ ആളുകൾ അവളെ സ്മാർട്ട് എന്ന് കരുതുന്നു. യഥാർത്ഥ വ്യത്യാസം വാക്കുകളിലല്ല, മറിച്ച് വാക്കുകളുടെ തെരഞ്ഞെടുപ്പിലും പറയുന്ന സമയത്തിലും പറയുന്ന രീതിയിലുമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, സ്വന്തം വാക്കുകളിൽ നിയന്ത്രണമുള്ള വ്യക്തിക്ക് തന്റെ ബഹുമാനത്തിലും ഭാവിയിലും നിയന്ത്രണമുണ്ടാകും. അതുകൊണ്ടാണ് ഒരു സ്മാർട്ടായ സ്ത്രീയുടെ വാക്കുകൾ വെറുമൊരു ആശയവിനിമയ ഉപാധി മാത്രമല്ലാത്തത്, മറിച്ച് അത് അവളുടെ വ്യക്തിത്വത്തിന്റെയും അന്തസ്സിന്റെയും ആന്തരിക ശക്തിയുടെയും തെളിവാണ്. തെറ്റായ സമയത്ത് പറയുന്ന ശരിയായ വാക്കുപോലും ദോഷം ചെയ്തേക്കാം, എന്നാൽ ശരിയായ സമയത്ത് പാലിക്കുന്ന മൗനവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. എല്ലാറ്റിനും മറുപടി പറയുന്നവളോ എല്ലാ അപമാനങ്ങളും സഹിക്കുന്നവളോ അല്ല ഒരു സ്മാർട്ടായ സ്ത്രീ. എപ്പോൾ പറയണം, എത്രത്തോളം പറയണം, ആരോട് പറയണം, ഏറ്റവും പ്രധാനമായി എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നവൾക്കറിയാം. ഈ വിവേകവും സംയമനവുമാണ് അവൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ ബഹുമാനം നേടിക്കൊടുക്കുന്നതും അവളുടെ അതിരുകളെ മാനിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഇന്നത്തെ ഈ വീഡിയോയിൽ ചാണക്യനീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്മാർട്ടായ സ്ത്രീ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നാം പഠിക്കും. ആളുകൾ അവളെ നിസ്സാരമായി കാണാതിരിക്കാൻ അവളുടെ വാക്കുകളിൽ എന്താണുള്ളത്? അവളുടെ വാക്കുകളുടെ സ്വാധീനം ദീർഘകാലം നിലനിൽക്കുന്നു. അവളുടെ മൗനവും ഒരു സന്ദേശം നൽകുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വാക്കുകൾ കുറഞ്ഞ അക്ഷരങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്മാർട്ടായ സ്ത്രീയുടെ ഒന്നാമത്തെ സവിശേഷത ഇതാണ്: അവൾ ശബ്ദമുയർത്തുകയല്ല, മറിച്ച് വാക്കുകളുടെ ഭാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഒരിക്കലും അലറുകയോ കെഞ്ചുകയോ നിർബന്ധിക്കുകയോ ഭയം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവളുടെ വാക്കുകൾ എപ്പോഴും വ്യക്തവും പരിമിതവും ലക്ഷ്യബോധമുള്ളതുമായിരിക്കും. വളച്ചുകെട്ടി സംസാരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ സമയം പാഴാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ചുരുക്കത്തിലും കാര്യക്ഷമമായും സംസാരിക്കുന്ന സ്ത്രീ ബഹുമാനം നേടിയെടുക്കുന്നു. ചാണക്യന്റെ രണ്ടാമത്തെ തത്വം മൗനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. സംസാരിക്കുന്നതാണ് ആത്മവിശ്വാസമെന്ന് മിക്കവരും കരുതുന്നു. എന്നാൽ നീതി പറയുന്നത് ആത്മവിശ്വാസം സംസാരിക്കുന്നതിൽ മാത്രമല്ല, സംസാരത്തിലുള്ള നിയന്ത്രണത്തിലാണ് എന്നാണ്. ഒരു സ്മാർട്ടായ സ്ത്രീ എല്ലാറ്റിനും മറുപടി നൽകില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് ബുദ്ധിപരമല്ലെന്ന് അവൾക്കറിയാം. പലപ്പോഴും അവളുടെ മൗനം നൂറുകണക്കിന് വാക്കുകളേക്കാൾ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ടാണ് അവൾ കേവലം വാക്കുകൾ ഉപയോഗിക്കുക മാത്രമല്ല, അവയുടെ ശക്തിയും സ്വാധീനവും മനസ്സിലാക്കി സംസാരിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ തത്വം ഇതാണ്: സ്മാർട്ടായ സ്ത്രീ പ്രതികരിക്കുകയല്ല, മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. പ്രതികരണം സാധാരണയായി വികാരങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത്, എന്നാൽ മറുപടി ബുദ്ധിയിൽ നിന്നുമാണ്. തന്നെ പ്രകോപിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൾ ഉടനടി പ്രതികരിക്കില്ല. അവൾ നിൽക്കുന്നു, ചിന്തിക്കുന്നു, അതിനുശേഷം വളരെ ആലോചിച്ച് മറുപടി നൽകുന്നു. ഇതാണ് ഒരു സാധാരണ സ്ത്രീയും സ്മാർട്ടായ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. ഉടനടി സംസാരിക്കുന്നവൾ തന്റെ വാക്കുകളുടെ സ്വാധീനം നശിപ്പിക്കുന്നു. ചിന്തിച്ച് സംസാരിക്കുന്നവൾ മറ്റുള്ളവരിൽ ആഴത്തിലുള്ള മതിപ്പുളവാക്കുന്നു. നാലാമത്തെ ചാണക്യതത്വം പറയുന്നത് സ്മാർട്ടായ സ്ത്രീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല, അവൾ കേവലം വ്യക്തമാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ഒരാളോട് എത്ര വിശദീകരിച്ചാലും അവൻ മനസ്സിലാക്കുകയുമില്ല. അതിനാൽ അവൾ വാക്കുകളിൽ വ്യക്തത കാത്തുസൂക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും ന്യായീകരണങ്ങൾ നൽകില്ല. തന്റെ വാക്കുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കില്ല. കാരണം പ്രതിരോധം ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്. ഇപ്രകാരം സ്മാർട്ടായ സ്ത്രീ വെറുതെ സംസാരിക്കുക മാത്രമല്ല, ആലോചിച്ചും നിയന്ത്രണത്തോടെയും ഫലപ്രദമായും സംസാരിക്കുന്നു. ഇതുതന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി. സ്മാർട്ടായ സ്ത്രീ വെറുതെ സംസാരിക്കുകയല്ല, ചിന്തിച്ചും തന്ത്രപരമായും സംസാരിക്കുന്നു. അഞ്ചാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ തർക്കിക്കില്ല. അവൾ നേരിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കില്ല, തർക്കം വലുതാക്കില്ല. അവളുടെ ചോദ്യങ്ങളിലാണ് അവളുടെ ശക്തിയുള്ളത്. എതിരാളി സ്വയം തന്റെ ദൗർബല്യങ്ങളും സത്യവും വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവൾ ചോദിക്കുന്നു. അതുകൊണ്ടാണ് അവൾ വാക്കുകളുടെ വലയിൽ വീഴാത്തതും സ്വന്തം ചോദ്യങ്ങളിലൂടെ സാഹചര്യത്തിന്റെ ദിശ നിർണയിക്കുകയും ആരുടെയും വഞ്ചനയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നത്. ആറാമത്തെ തത്വം പറയുന്നു: സ്മാർട്ടായ സ്ത്രീ മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിലും ഒരു പരിധി കാത്തുസൂക്ഷിക്കുന്നു. അമിതമായ പ്രശംസ സ്വന്തം വില കുറയ്ക്കുമെന്ന് ചാണക്യനീതി പറയുന്നു. സ്മാർട്ടായ സ്ത്രീ ചുറ്റുമുള്ളവരെ അഭിനന്ദിക്കും, പക്ഷേ മുഖസ്തുതി പറയില്ല. താഴേക്കു നോക്കാൻ തുടങ്ങുന്ന തരത്തിൽ അവൾ ആരെയും അത്രത്തോളം ഉയർത്തില്ല. സംസാരത്തിൽ സംയമനം പാലിക്കുന്നതുപോലെ തന്നെ സന്തുലിതാവസ്ഥയും ബഹുമാനവും നിലനിർത്തേണ്ടത് പ്രധാനമാണെന്ന് അവൾക്കറിയാം. ഏഴാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ അപമാനത്തിന് അപമാനം കൊണ്ട് മറുപടി നൽകില്ല. ചാണക്യന്റെ അഭിപ്രായത്തിൽ അപമാനത്തിന് അപമാനം കൊണ്ട് മറുപടി നൽകുന്നത് അവരുടെ അതേ നിലവാരത്തിലേക്ക് താഴുന്നതിന് തുല്യമാണ്. അതിനാൽ അവൾ അപമാനങ്ങളെ വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് തന്റെ പെരുമാറ്റം കൊണ്ടും സംയമനം കൊണ്ടും അർത്ഥശൂന്യമാക്കുന്നു. അവൾ അലറുകയോ തർക്കിക്കുകയോ ഇല്ല. അവൾ തന്റെ അതിരുകൾ വ്യക്തമാക്കുന്നു. അതോടെ ആ വിഷയം അവിടെ അവസാനിക്കുന്നു. ഈ രീതി അവൾക്ക് ബഹുമാനവും ശക്തിയും നേടിക്കൊടുക്കുന്നു.
എട്ടാമത്തെ തത്വം പറയുന്നത് സ്മാർട്ടായ സ്ത്രീ ഇല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു എന്നാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് വ്യക്തമായി പറയാത്ത ഒരു സ്ത്രീയുടെ അതെ എന്നതിനും യാതൊരു വിലയുമില്ല. ഇല്ല എന്ന് പറയുമ്പോൾ അവൾ യാതൊരു ന്യായീകരണങ്ങളും ഒഴിവുകഴിവുകളും നൽകില്ല. അവളുടെ ഇല്ല നേരിട്ടുള്ളതും ചുരുങ്ങിയതും നിർണായകവുമാണ്. ഈ വ്യക്തത അവളെ സുരക്ഷിതയും ശക്തയുമാക്കുന്നു. കാരണം ആർക്കും അവളുടെ അതിരുകൾ എളുപ്പത്തിൽ ലംഘിക്കാൻ കഴിയില്ല. ഇപ്രകാരം അവൾ സംസാരിക്കുക മാത്രമല്ല, ഓരോ വാക്കിലും ചോദ്യത്തിലും ബുദ്ധിയും സംയമനവും സ്വാധീനവും നിറയ്ക്കുന്നു. ഇതാണ് അവളുടെ ഏറ്റവും വലിയ ശക്തിയും അവളുടെ വാക്കുകളുടെ സൗന്ദര്യവും. ഒമ്പതാമത്തെ ചാണക്യതത്വം പഠിപ്പിക്കുന്നത് ഇതാണ്: സ്മാർട്ടായ സ്ത്രീ തന്റെ വാക്കുകളിലൂടെ ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു. എന്നേക്കുമായി ബന്ധങ്ങൾ തകരുന്നതോ വിശ്വാസം നഷ്ടപ്പെടുന്നതോ ആയ വാക്കുകൾ അവൾ ഒരിക്കലും പറയില്ല. ഇന്നത്തെ പരുഷമായ വാക്കുകൾ നാളത്തെ പാലങ്ങളെ കത്തിച്ചുകളയുമെന്ന് അവൾക്കറിയാം. അതിനാൽ ബന്ധങ്ങൾക്കും അവസരങ്ങൾക്കുമുള്ള വഴികൾ എപ്പോഴും തുറന്നിടാൻ പാകത്തിൽ അവൾ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നു. ഈ ചിന്താഗതി അവളുടെ വാക്കുകളെ ഫലപ്രദം മാത്രമല്ല, ദീർഘവീക്ഷണം ഉള്ളതാക്കുകയും ചെയ്യുന്നു. പത്താമത്തെ തത്വം വ്യക്തമാക്കുന്നത് സ്മാർട്ടായ സ്ത്രീ സ്വയം തെളിയിക്കാൻ ശ്രമിക്കില്ല എന്നാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം കഴിവോ ബുദ്ധിയോ തെളിയിക്കേണ്ടി വരുന്നയാൾ നേരത്തെ തന്നെ ദുർബലനാണ്. അതുകൊണ്ട് തർക്കങ്ങളിൽ വിജയിക്കാൻ വേണ്ടി അവൾ വാക്കുകൾ ഉപയോഗിക്കില്ല. അവളുടെ ശക്തി അവളുടെ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും വിവേകത്തിലുമാണ്. അവൾ സാഹചര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്, വെറുതെ സംസാരിക്കുന്നതിലൂടെയല്ല, മറിച്ച് തന്റെ യഥാർത്ഥ ബുദ്ധിശക്തി കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടുമാണ് അവൾ ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നത്. 11ാമത്തെ തത്വം പഠിപ്പിക്കുന്നു: സ്മാർട്ടായ സ്ത്രീ ദേഷ്യത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന തരത്തിൽ സംസാരിക്കില്ല. ദേഷ്യം ഒരു തീയാണെന്നും അതിലാദ്യം കത്തിയെരിയുന്നത് സംസാരിക്കുന്ന ആളുടെ വാക്കുകളാണെന്നും ചാണക്യൻ പറയുന്നു. അതിനാൽ ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കാൻ അവൾ പഠിക്കുന്നു. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ലെന്നും അവയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ആദ്യം മനസ്സിനെ ശാന്തമാക്കുകയും പിന്നീട് വാക്കുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ സംയമനമാണ് അവളെ സാധാരണക്കാരിൽ നിന്നും ഒരുപാട് മുകളിൽ നിർത്തുന്നതും അവളുടെ വാക്കുകളിൽ ശക്തിയും ബഹുമാനവും നിലനിർത്തുന്നതും. ഈ രീതിയിൽ ചിന്തിച്ചും ദീർഘവീക്ഷണത്തോടെയുമാണ് അവൾ സംസാരിക്കുന്നത്. ഇതുതന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ശക്തിയും. ചാണക്യന്റെ 12ാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ തർക്കിക്കില്ല, മറിച്ച് അതിരുകൾക്കുള്ളിൽ നിന്ന് സംസാരിക്കുന്നു. കേൾക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളപ്പോൾ മാത്രമേ തർക്കം ഫലപ്രദമാകൂ. എന്നാൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നവരുടെ മുന്നിൽ തർക്കത്തിന് യാതൊരു വിലയുമില്ല. അത്തരം സാഹചര്യങ്ങളിൽ അവൾ തർക്കിക്കാൻ നിൽക്കില്ല, പകരം തന്റെ അതിരുകൾ വ്യക്തമാക്കും. ഇതാണ് എന്റെ അതിർത്തി എന്നവൾ പറയും. സ്വന്തം അതിരുകൾ വ്യക്തമാക്കുന്ന ഒരാളെ ആർക്കും അധികകാലം അടിച്ചമർത്താനാവില്ല എന്ന് ചാണക്യൻ പറയുന്നു. ഈ രീതി അവൾക്ക് ബഹുമാനവും സുരക്ഷയും നൽകുന്നു. 13ാമത്തെ തത്വം പറയുന്നത് സ്മാർട്ടായ സ്ത്രീ അപമാനത്തെ ഒരിക്കലും വിശദീകരണങ്ങൾ നൽകാനുള്ള അവസരമാക്കി മാറ്റില്ല എന്നാണ്. മിക്ക ആളുകളും അപമാനിക്കപ്പെട്ടാൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ആ അപമാനത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ പറയുന്നു. അവൾ അപമാനത്തെ ഒരു ചർച്ചാവിഷയമാക്കില്ല. സ്വന്തം പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവൾ പ്രശ്നം പരിഹരിക്കുന്നു. ചിലപ്പോൾ വാക്കുകൾ അർത്ഥശൂന്യമാകുന്നിടത്ത് അകലം പാലിക്കുന്നതും മൗനവുമാണ് ഏറ്റവും ഫലപ്രദമായ മറുപടി. ഈ ചിന്താഗതി അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയും ശക്തയുമാക്കുന്നു. 14ാമത്തെ തത്വം പഠിപ്പിക്കുന്നത് സ്മാർട്ടായ സ്ത്രീ തന്റെ വികാരങ്ങൾ എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിക്കില്ല എന്നാണ്. വികാരങ്ങൾ വിലപ്പെട്ടതാണെന്നും അത് എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാണിക്കുന്നത് ബുദ്ധിയല്ലെന്നും ചാണക്യൻ പറയുന്നു. അവൾക്ക് വിശ്വാസമുള്ളവരോട് മാത്രമേ അവൾ തന്റെ സങ്കടവും ഭയവും ദൗർബല്യങ്ങളും പങ്കുവയ്ക്കൂ. കാരണം നിങ്ങളുടെ വികാരങ്ങൾ അറിയുന്ന ഒരാൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനും കഴിയും. നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും സ്മാർട്ടാകാൻ കഴിയില്ല എന്ന് ചാണക്യനീതി പറയുന്നു. അതുകൊണ്ട് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും അവ പരിമിതപ്പെടുത്തുന്നതും ഒരു സ്മാർട്ടായ സ്ത്രീയുടെ ശക്തിയാണ്. തർക്കങ്ങൾ ഊർജ്ജം നഷ്ടപ്പെടുത്തുകയല്ലാതെ പരിഹാരം നൽകില്ലെന്ന് സ്മാർട്ടായ സ്ത്രീക്കറിയാം. 15ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ തർക്കങ്ങളെ നീട്ടിക്കൊണ്ടുപോകില്ല. അവൾ ഒന്നുകിൽ പ്രശ്നം പരിഹരിക്കും, അല്ലെങ്കിൽ ആ തർക്കത്തിൽ നിന്ന് സ്വയം പിന്മാറും. അതിനിടയിൽ കിടന്ന് സമയവും മാനസിക ശക്തിയും നഷ്ടപ്പെടുത്തുന്നത് ഗുണകരമല്ല. അപൂർണമായ ആശയവിനിമയം ഒരു മാനസിക ഭാരമായി മാറുമെന്ന് അവൾക്കറിയാം. അതിനാൽ എല്ലാ സാഹചര്യത്തിലും ഒന്നുകിൽ അവൾ വ്യക്തമായ പരിഹാരം നൽകുന്നു, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നു. ഈ വിവേകം അവളെ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും അസ്ഥിരതയിൽ നിന്നും സംരക്ഷിക്കുന്നു. 16ാമത്തെ തത്വം പറയുന്നത് സ്മാർട്ടായ സ്ത്രീ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി മറുപടി നൽകില്ല എന്നാണ്. പെട്ടെന്ന് നൽകുന്ന മറുപടികൾ പലപ്പോഴും ദുർബലമായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ അവൾ സമയമെടുക്കുകയും ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ വാചകം അവളുടെ ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമാണ്, അല്ലാതെ ദൗർബല്യത്തിന്റെയല്ല. തന്റെ വാക്കുകളിൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നയാളാണ് ആ വാക്കുകളുടെ യഥാർത്ഥ ഉടമയാകുന്നത്.
ഈ സംയമനവും ക്ഷമയുമാണ് അവളെ ശക്തയാക്കുന്നത്. 17ാമത്തെ തത്വം പഠിപ്പിക്കുന്നത് ഇതാണ്: സ്മാർട്ടായ സ്ത്രീ തന്റെ സംസാരത്തിലൂടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നു. ഏതൊരു സ്ത്രീയുടെ സംസാരമാണോ അവളുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അവളെ ആർക്കും നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് ചാണക്യനീതി പറയുന്നു. അവൾ സ്വയം തരം താഴുകയോ മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ ഇല്ല. അവൾ കെഞ്ചില്ല, പരിഹസിക്കില്ല. അവളുടെ സംസാരം നേരിട്ടുള്ളതും വ്യക്തവും സന്തുലിതവുമാണ്. ഈ സന്തുലിതാവസ്ഥ അവളെ മാനസികമായും സാമൂഹികമായും ശക്തയാക്കുന്നു. 18ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ വാക്കുകൾക്ക് മുമ്പ് അവയുടെ പ്രത്യാഘാതങ്ങൾ കാണുന്നു. പറയുന്ന ഓരോ വാക്കിന്റെയും ദിശയും സ്വാധീനവും പ്രധാനമാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഭാവിയിൽ തനിക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ അവൾ ഒരിക്കലും പറയില്ല. വാക്കുകൾ തിരിച്ചുവരും. അങ്ങനെ തിരിച്ചുവരുന്ന വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും കഴിയും. ഇക്കാരണത്താൽ അവളുടെ സംസാരത്തിന്റെ സ്വാധീനം എപ്പോഴും പോസിറ്റീവും സുരക്ഷിതവുമായിരിക്കാൻ അവൾ വളരെ ചിന്തിച്ചും ദീർഘവീക്ഷണത്തോടെയും സംസാരിക്കുന്നു. 19ാമത്തെ തത്വം പറയുന്നു: സ്മാർട്ടായ സ്ത്രീ മൗനത്തെ ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നു എന്ന്. മൗനം ദൗർബല്യമല്ല, അതൊരു തന്ത്രമാണെന്ന് ചാണക്യൻ പറയുന്നു. വാക്കുകൾ കൊണ്ട് ഒന്നും നേടാനില്ല എന്ന് വരുമ്പോൾ അവൾ നിശബ്ദയായിരിക്കുകയും സാഹചര്യത്തെ സ്വയം സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ മൗനം കണ്ട് എതിരാളി പരിഭ്രാന്തനാകുകയും അവന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മൗനമാണ് അവളുടെ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും ഏറ്റവും വലിയ ആയുധം. 20ാമത്തെ തത്വം പഠിപ്പിക്കുന്നത് ഇതാണ്: സ്മാർട്ടായ സ്ത്രീ തന്റെ വാക്കുകളിലൂടെ സ്വന്തം മൂല്യം നിശ്ചയിക്കുന്നു. നിങ്ങൾ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം വില നൽകുന്നുവോ അത്രത്തോളം പ്രാധാന്യമേ ലോകവും നിങ്ങൾക്ക് നൽകൂ എന്ന് ചാണക്യൻ പറയുന്നു. സ്വന്തം വാക്കുകളിൽ തന്റെ മൂല്യം കുറച്ചു കാണിക്കുന്ന സ്ത്രീയെ ലോകവും വില കുറച്ചു കാണുന്നു. എന്നാൽ ശാന്തമായും പരിമിതമായും വ്യക്തമായും സംസാരിക്കുന്ന സ്ത്രീയെ ലോകം ബഹുമാനത്തോടെയും ശ്രദ്ധയോടെയും പരിഗണിക്കുന്നു. ഈ വിവേകവും സംയമനവുമാണ് അവളെ ശക്തയും സ്വാധീനമുള്ളവളുമാക്കുന്നത്. ബന്ധങ്ങളിലെ പ്രതീക്ഷാനിർഭരമായ വാക്കുകൾ അപകടകരമാണെന്ന് സ്മാർട്ടായ സ്ത്രീക്കറിയാം. 21ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: പ്രതീക്ഷകൾ ബന്ധങ്ങളിൽ ഭാരം സൃഷ്ടിക്കും. മിക്ക ആളുകളും പലപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണമായിരുന്നു എന്ന്. എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഈ ചെയ്യണമായിരുന്നു എന്നത് തർക്കങ്ങളുടെ മാതാവാണ്. അവൾ തന്റെ കാര്യങ്ങൾ ഒരു പ്രതീക്ഷ എന്ന നിലയിലല്ല, മറിച്ച് ഒരു അതിർവരമ്പ് എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. തന്റെ അതിരുകൾ എന്താണെന്ന് അവൾ വ്യക്തമാക്കുന്നു. അതിരുകൾ വ്യക്തമായിരിക്കുമ്പോൾ ബന്ധങ്ങളും ശക്തമായി നിലനിൽക്കുന്നു. ഈ രീതി അവൾക്ക് ബഹുമാനവും ആത്മസംരക്ഷണവും നൽകുന്നു. 22ാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ പരാതി പറയുന്നതിന് പകരം യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. പരാതികൾ സാധാരണയായി വികാരങ്ങളിൽ നിന്നാണുണ്ടാകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം വസ്തുതാപരമാണെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അവൾ ഒരിക്കലും പറയില്ല. പകരം ഈ സാഹചര്യത്തിൽ ഇതാണ് സംഭവിച്ചത് എന്നവൾ പറയും. സംസാരം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാകുമ്പോൾ കേൾക്കുന്നയാൾക്ക് ഒഴിവുകഴിവുകൾ പറയാൻ സാധിക്കില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിവരും. അതുകൊണ്ടാണ് അവളുടെ വാക്കുകൾ സംഘർഷങ്ങളുണ്ടാക്കാതെ ആശയവിനിമയത്തിനും പരസ്പര ധാരണയ്ക്കും വഴിയൊരുക്കുന്നത്. 23ാമത്തെ ചാണക്യതത്വം പഠിപ്പിക്കുന്നത് ഇതാണ്: താരതമ്യം എന്നത് ബന്ധങ്ങളിൽ മത്സരവും അഹങ്കാരവും സൃഷ്ടിക്കുന്ന ഒരു മന്ദവിഷമാണ്. സ്മാർട്ടായ സ്ത്രീ ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് സംസാരിക്കില്ല. കാരണം താരതമ്യം ചെയ്യുന്നതുവഴി മാറ്റങ്ങളുണ്ടാകില്ല, മറിച്ച് അഭിപ്രായവ്യത്യാസങ്ങളും അകലവും വർദ്ധിക്കുകയേയുള്ളൂ എന്ന് അവൾക്കറിയാം. താരതമ്യപ്പെടുത്തലുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സ്ത്രീ തന്റെ ആത്മാഭിമാനവും ബന്ധങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. 24ാമത്തെ തത്വം പറയുന്നത്: സ്മാർട്ടായ സ്ത്രീ ബഹുമാനം ആവശ്യപ്പെടില്ല, മറിച്ച് തന്റെ സംസാരത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും അത് നേടിയെടുക്കുന്നു എന്നാണ്. ബഹുമാനം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല എന്ന് ചാണക്യൻ പറയുന്നു. അത് ഒരാളുടെ വ്യക്തിത്വത്തിലൂടെയും വാക്കുകളിലൂടെയും സ്ഥാപിച്ചെടുക്കേണ്ടതാണ്. എന്നെ ബഹുമാനിക്കൂ എന്ന് അവൾ ഒരിക്കലും പറയില്ല. അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമുള്ള ദൃഢത കണ്ട് മറ്റുള്ളവർ സ്വയം അവളെ ബഹുമാനിച്ചു പോകും. വാക്കുകളിൽ ആത്മാഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. 25ാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സ്മാർട്ടായ സ്ത്രീ തന്റെ സങ്കടങ്ങളെ ഒരു സമ്മർദ്ദമായിട്ടോ ആയുധമായിട്ടോ ഉപയോഗിക്കില്ല. സങ്കടം ഒരു ആയുധമായി മാറിയാൽ അതവസാനം തനിക്കെതിരെ തന്നെ തിരിയുമെന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരെ കീഴടക്കാനോ സ്വാധീനിക്കാനോ അവൾ തന്റെ ദുഃഖവും വേദനയും ഉപയോഗിക്കില്ല. സ്വന്തം വികാരങ്ങളെ മാനിക്കുന്നതും അവയെ ശരിയായ സ്ഥാനത്ത് നിർത്തുന്നതുമാണ് യഥാർത്ഥ ശക്തി എന്നവൾക്കറിയാം. ഈ സംയമനമാണ് അവളെ മാനസികമായും സാമൂഹികമായും ശക്തയാക്കുന്നത്. 28ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്: സന്തുലിതമല്ലാത്ത സംസാരം സന്തുലിതമല്ലാത്ത മനസ്സിന്റെ ലക്ഷണമാണ്. സ്മാർട്ടായ സ്ത്രീ ഒരിക്കലും വലിയ ശബ്ദത്തിലോ അസന്തുലിതമായോ സംസാരിക്കില്ല. 30ാമത്തെ തത്വം പറയുന്നു: സ്മാർട്ടായ സ്ത്രീ എല്ലാ കാര്യങ്ങളെയും വ്യക്തിപരമായി എടുക്കില്ല എന്ന്. എല്ലാ കാര്യങ്ങളെയും താനുമായി ബന്ധിപ്പിക്കുന്ന വ്യക്തി പെട്ടെന്ന് തകർന്നുപോകുമെന്ന് ചാണക്യൻ പറയുന്നു.
പല വാക്കുകളും കേൾക്കുന്നയാളുടെ മാനസികാവസ്ഥയോ വികാരങ്ങളോ ചിന്തകളോ കൊണ്ടുണ്ടാകുന്നതാണെന്നും അത് തന്റെ കഴിവുകേടോ വിലക്കുറവോ കൊണ്ടല്ലെന്നും അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾ ഉടനടി പ്രതികരിക്കില്ല. ഈ അകലവും വിവേകവും അവളെ മാനസികമായി ശക്തയാക്കുകയും അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. 30ാമത്തെ തത്വം വീണ്ടും പഠിപ്പിക്കുന്നു. എപ്പോൾ സംഭാഷണം അവസാനിപ്പിക്കണം എന്ന് സ്മാർട്ടായ സ്ത്രീക്കറിയാം. എല്ലാ സംഭാഷണങ്ങളും അവസാനം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ചാണക്യൻ പറയുന്നു. സംസാരം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ വളരെ വിനയത്തോടെയും സംയമനത്തോടെയും ആ സംഭാഷണം നിർത്തുന്നു. കാരണം അനാവശ്യമായ സംഭാഷണങ്ങൾ മാനസികോർജ്ജം പാഴാക്കുക മാത്രമേ ചെയ്യൂ. ഈ വിവേകമാണ് അവളെ ശക്തയാക്കുന്നത്. 31ാമത്തെ ചാണക്യതത്വം പഠിപ്പിക്കുന്നത് ഇതാണ്. സ്മാർട്ടായ സ്ത്രീ മറ്റുള്ളവർ അവളെ നിയന്ത്രിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, വ്യക്തത കൊണ്ടാണ് തടയുന്നത്. പലപ്പോഴും ആളുകൾ പറയും, ഞാൻ നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് പറയുന്നത്, നീ ഇങ്ങനെ ചെയ്യണമെന്ന്. അത്തരം സമയങ്ങളിൽ മിക്ക ആളുകളും തർക്കങ്ങളിൽ ഏർപ്പെടും. എന്നാൽ സ്മാർട്ടായ സ്ത്രീ ശാന്തയായിരിക്കുകയും ഈ തീരുമാനം ഞാൻ തന്നെ എടുത്തോളാം എന്ന് മാത്രം പറയുകയും ചെയ്യുന്നു. ഈ ഒറ്റ വാചകത്തിൽ ദേഷ്യമില്ല, ന്യായീകരണങ്ങളില്ല, പോരാട്ടവുമില്ല. എന്നാൽ ഈ വ്യക്തവും നിർണായകവുമായ വാക്കുകൾ അവളെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രയാക്കുകയും സാഹചര്യത്തെ പൂർണ്ണമായും അവൾക്ക് അനുകൂലമാക്കുകയും ചെയ്യുന്നു. 32ാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സ്മാർട്ടായ സ്ത്രീ അവഗണനകളെ പരാതികളാക്കി മാറ്റില്ല. അവഗണനയ്ക്കുള്ള ഏറ്റവും തെറ്റായ മറുപടി ബഹളമുണ്ടാക്കുകയോ വൈകാരികമായി പ്രതികരിക്കുകയോ ചെയ്യുന്നതാണെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളെനിക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്ന് അവൾ ഒരിക്കലും പറയില്ല. അവൾ സാഹചര്യത്തെ മാറ്റുന്നു. തന്നെ അവഗണിക്കുന്നിടത്തുനിന്ന് അവൾ തന്റെ ഊർജ്ജവും മുൻഗണനകളും പിൻവലിക്കുന്നു. കാരണം ബഹുമാനമില്ലാത്ത സ്ഥലത്ത് സാന്നിധ്യവും അർത്ഥശൂന്യമാണെന്ന് ചാണക്യനീതി പറയുന്നു. ഈ വിവേകം അവൾക്ക് മാനസിക സന്തുലിതാവസ്ഥയും ആത്മാഭിമാനവും നൽകുന്നു. അടുത്ത തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സ്മാർട്ടായ സ്ത്രീ അപമാനങ്ങൾക്ക് മുന്നിൽ വൈകാരികമായി പ്രതികരിക്കില്ല. ആരെങ്കിലും അവളെ അപമാനിച്ചാൽ അവൾ തന്റെ സംസാരത്തിലോ ശബ്ദത്തിലോ യാതൊരു മാറ്റവും വരുത്തില്ല. അവൾ പരുഷമായി സംസാരിക്കുകയോ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. പകരം അവൾ ശാന്തയായിരിക്കുകയും അകലം പാലിക്കുകയും ചെയ്യുന്നു. ഈ അകലം അപമാനിക്കുന്ന വ്യക്തിയെ സ്വന്തം വാക്കുകൾക്കൊപ്പം തനിച്ചാക്കുകയും ആ അപമാനത്തിന്റെ ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുകയും സാഹചര്യങ്ങളുടെ നിയന്ത്രണം അവളിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അടുത്ത തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സ്മാർട്ടായ സ്ത്രീ ഭീഷണി കലർന്ന സംസാരത്തെ ഒരു സംഭാഷണമായി കണക്കാക്കില്ല. എവിടെ ഭീഷണി കടന്നുവരുന്നുവോ അവിടെ സംഭാഷണം അവസാനിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നീ ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനുശേഷമുള്ള വാക്കുകൾ കേൾക്കാൻ പോലും അവൾ തയ്യാറാകില്ല. ഭീഷണിപ്പെടുത്തിയുള്ള സംസാരം അനുവദിക്കില്ല എന്ന് അവൾ വ്യക്തമായി പറയുന്നു. കാരണം ഭീഷണികൾ അംഗീകരിക്കുന്നത് സ്വന്തം വില കുറയ്ക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവൾ ആരുടെ ഭീഷണിക്കും വഴങ്ങില്ല. 35ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സ്മാർട്ടായ സ്ത്രീ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ വലിയ ന്യായീകരണങ്ങൾ നൽകാനോ തർക്കിക്കാനോ അവൾ സമയം പാഴാക്കില്ല. അവൾ വസ്തുതകളിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം വസ്തുതകൾ ഒരിക്കലും വികാരങ്ങൾക്കും ആരോപണങ്ങൾക്കും മുന്നിൽ പരാജയപ്പെടില്ല. ഈ സംയമനം അവൾക്ക് ബഹുമാനവും മാനസിക സ്ഥിരതയും നൽകുന്നു. 36ാമത്തെ തത്വം പറയുന്നു. സ്മാർട്ടായ സ്ത്രീ വാക്കുകൾക്ക് മുമ്പ് സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നു എന്ന്. ദുർബലമായ അവസ്ഥയിൽ പറയുന്ന വാക്കുകളും എപ്പോഴും ദുർബലമായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ ഏതെങ്കിലും സംഭാഷണത്തിലോ തീരുമാനത്തിലോ ഇടപെടുന്നതിനു മുമ്പ് അവൾ തന്റെ മനസ്സിനെയും തീരുമാനങ്ങളെയും മാനസികമായി ശക്തമാക്കുന്നു. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ വെറും ആവശ്യങ്ങളോ നിർദ്ദേശങ്ങളോ ആയിരിക്കില്ല, മറിച്ച് തീരുമാനങ്ങളുടെയും വ്യക്തതയുടെയും പ്രതീകമായിരിക്കും. ഈ ഒരുക്കമാണ് അവളെ ശക്തയാക്കുന്നത്. 37ാമത്തെ ചാണക്യതത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സമയം വിലകുറഞ്ഞതായിട്ടുള്ള ആളുകളുടെ വാക്കുകളും വിലകുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് വലിയ തർക്കങ്ങളിൽപ്പെട്ട് അവൾ തന്റെ സമയം പാഴാക്കില്ല. സമയം പരിമിതമാണെന്നും ഓരോ നിമിഷവും പ്രധാനമാണെന്നും അവൾക്കറിയാം. ഇക്കാരണത്താൽ അവളുടെ വാക്കുകൾ എപ്പോഴും ചുരുങ്ങിയതും വ്യക്തവും ഫലപ്രദവുമാണ്. അനാവശ്യ വാക്കുകളിലോ വികാരങ്ങളിലോ കുടുങ്ങി അവൾ സ്വന്തം ശക്തി കളയില്ല. 38ാമത്തെ തത്വം ഇതാണ് പഠിപ്പിക്കുന്നത്. സ്മാർട്ടായ സ്ത്രീ വാക്കുകളിൽ ഭയം കാണിക്കില്ല. ഭയം വാക്കുകളിൽ കലരുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് ശക്തി നൽകുകയും സാഹചര്യം അവരുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ സ്മാർട്ടായ സ്ത്രീ ഭയന്ന് സംസാരിക്കുകയോ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയോ ഇല്ല. അവളുടെ വാക്കുകളിൽ അരക്ഷിതാവസ്ഥയോ ആശ്രയത്വമോ ഇല്ല, മറിച്ച് സംയമനവും സന്തുലിതാവസ്ഥയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും ഒരിക്കലും ശക്തി നൽകില്ല എന്ന് അവൾക്കറിയാം. ഓരോ വാക്കിനും വിലയുണ്ടാകുന്നത് അത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് പറയുമ്പോഴാണെന്ന് അവൾക്കറിയാം. 39ാമത്തെ ചാണക്യതത്വം പഠിപ്പിക്കുന്നത് ഇതാണ്. എപ്പോൾ വാക്കുകൾ ഒഴിവാക്കണമെന്ന് സ്മാർട്ടായ സ്ത്രീക്ക് അറിയാം. എല്ലാ യുദ്ധങ്ങളും വാക്കുകൾ കൊണ്ട് ജയിക്കാനാകില്ല.
പലപ്പോഴും മൗനമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എതിർവശത്തുള്ളയാൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് കാണുമ്പോൾ അവൾ ശാന്തമായി മൗനം പാലിക്കുന്നു. ഈ മൗനം ദൗർബല്യമല്ല, അതൊരു തന്ത്രമാണ്. ഇതേ രീതിയിൽ അവൾ തന്റെ വാക്കുകൾ വെറുതെ പാഴാക്കാതെ സംഭാഷണങ്ങളിൽ ആധിപത്യം നിലനിർത്തുന്നു. 40ാമത്തെ തത്വം പറയുന്നത് സ്മാർട്ടായ സ്ത്രീ വാക്കുകളിലൂടെ തന്റെ ഭാവി സുരക്ഷിതമാക്കുന്നു എന്നാണ്. ഇന്ന് വാക്കുകളിലൂടെ എല്ലാം കത്തിച്ചുകളയുന്ന ഒരാൾക്ക് നാളെ പാലങ്ങൾ പണിയാൻ കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ അവൾ എപ്പോഴും ദീർഘവീക്ഷണത്തോടെ സംസാരിക്കുന്നു. ശക്തവും സന്തുലിതവുമായ വാക്കുകളാണ് ഭാവിയുടെ സുരക്ഷയ്ക്ക് അടിസ്ഥാനമെന്ന് അവൾക്കറിയാം. അടുത്ത തത്വം ഇതാണ്: എല്ലാ സംഭാഷണങ്ങളിലും വിജയിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്മാർട്ടായ സ്ത്രീക്ക് അറിയാം. എല്ലാ സാഹചര്യങ്ങളിലും തർക്കമോ വാക്കുകളുടെ വിജയമോ ആവശ്യമില്ല എന്ന് ചാണക്യൻ പറയുന്നു. ചിലപ്പോൾ മൗനം പാലിക്കുന്നതും സാഹചര്യങ്ങളെ അവഗണിക്കുന്നതുമാണ് ഏറ്റവും വലിയ തീരുമാനം. അവൾ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടില്ല. കാരണം എല്ലാ സാഹചര്യങ്ങളിലും ജയിക്കുന്നതിനേക്കാൾ പ്രധാനം ബഹുമാനവും സംയമനവും കാത്തുസൂക്ഷിക്കുന്നതാണെന്ന് അവൾക്കറിയാം. 42ാമത്തെ തത്വം: സ്മാർട്ടായ സ്ത്രീ തന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നു. വാക്കുകൾ വെറും ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, ചിന്തകളുടെയും വികാരങ്ങളുടെയും കണ്ണാടിയാണെന്ന് ചാണക്യൻ പറയുന്നു. തന്റെ വാക്കുകൾ വെറും സംസാരമായി മാറാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അവളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ വിവേകവും ബഹുമാനവും സ്വാധീനവും ഉണ്ടാക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അവളുടെ ലക്ഷ്യം വെറുതെ സംസാരിക്കുക എന്നത് മാത്രമല്ല, ശക്തവും ശാശ്വതവുമായ ഒരു ഇമേജ് സൃഷ്ടിക്കുക എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു സ്മാർട്ടായ സ്ത്രീ എങ്ങനെ സംസാരിക്കുന്നുവെന്നും സ്വന്തം ആത്മാഭിമാനത്തിലൂടെയും അതിരുകളിലൂടെയും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്നും വ്യക്തമാക്കുന്ന ചാണക്യന്റെ തത്വങ്ങളായിരുന്നു ഇവ. നിങ്ങൾ ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി വർദ്ധിക്കുക മാത്രമല്ല, നിങ്ങളുടെ മാനസിക കരുത്തും ബന്ധങ്ങളും ആത്മാഭിമാനവും ശക്തിപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണാനായി ബെല്ലൈക്കൺ അമർത്തുക. ഓർക്കുക, വാക്കുകളിൽ വലിയ ശക്തിയുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു സ്മാർട്ടായ സ്ത്രീക്ക് നന്നായി അറിയാം.